ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണെന്നുള്ള നീ വിശദമായിട്ട് പറഞ്ഞു. സ്ഥലത്തിന്റെ പേര് നമ്മൾ ചക്ക കഴിക്കാണോ വിരിച്ചി? ചക്കയും മീൻ വാങ്ങിച്ചോ? കൊണ്ടുവന്നു. നമ്മളങ്ങനെ രാവിലെ എഴുന്നേറ്റ് 11 മണിയൊക്കെ ആവാൻ പോകുന്നു. 10:30 എന്തായാലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് കൊറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഭയങ്കര സർപ്രൈസിങ് ആണ്. എല്ലാരും രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചിട്ട് മൂക്ക് കൊത്തുന്നു, കാത് കൊത്തുന്നതാ. ഇന്ന് ഫുൾ ഭയങ്കര അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പൊ ഞങ്ങൾ ആദ്യം കാപ്പി കുടിക്കണം. പതിനൊന്നര കഴിഞ്ഞാൽ മീനൊക്കെ പോകുന്നു. എങ്ങോട്ട് പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. 11 മണിക്ക് എഴുന്നേറ്റ് സമയത്തിന് 11:15 ഞങ്ങൾ എഴുന്നേറ്റ് എന്തെല്ലാം ചെയ്തെന്നറിയാമോ? ചോറ് വെച്ചു, ഉണ്ട ഉണ്ടാക്കി, വീടെല്ലാം തൂത്തു തുടച്ചു. വീഡിയോ ഓഫ് യാതൊരു ക്ലാസ്സിനും കർമ്മത്തിനും കൊള്ളാതെ തമാശ അറിയില്ല. ഇവിടെ ചിക്കൻ വേണ്ട. ഈ ചൂട് പിടിച്ചാൽ നീ മാറ്റോണ്ട് നീ മെഞ്ഞാത്ത സാമ്പാർ ഇരിപ്പുണ്ട്, മെഞ്ഞാത്ത മീൻ ചട്ടിയുടെ ചാറ് ഇരിപ്പുണ്ട്. സാമ്പാർ ഒരാഴ്ച വെക്കും, ഒരു മാസം വെക്കും. സാധനം മേടിക്കണ്ട, ഒന്നും മേടിക്കണ്ട. നീ ആ വീഡിയോ നിർത്തി, എനിക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം വന്നിട്ട് എനിക്ക് വയ്യ. എനിക്ക് പാവോടാ അവന് നീ എന്തോടാ ചെയ്തത്? ഞാൻ അങ്ങനെ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അത് എനിക്ക് യൂസ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഫുൾ ടൈം അടിക്കും. ഞങ്ങൾ അങ്ങനെ 3 പേരും കൂടി മീൻ മേടിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് നല്ല മീൻ ഏതാ നോക്കിട്ട് എടുക്കാം. എനിക്ക് മീൻ നോക്കി വാങ്ങിക്കാറ്. നിനക്ക് അറിയാടി മറ്റേ വോട്ട് ചെയ്യാം, ഏത് മീൻ മേടിക്കണോ? അയ്യോ, ആ സിനിമയെ കുറിച്ച് ഒന്നും ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല. പക്ഷെ എനിക്കതിൽ കുറെ നെഗറ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളത് പറയണ്ട. ഓക്കെ, അപ്പൊ അല്ല, ഞാനൊരു ദിലീപ് ഫാനാണ്, ദിലീപ് ഏട്ടൻ ഫാനാണ്, വലിയ ഒരു ഫാനാണ് ഞാനും എന്റെ ഫാമിലി. നീ ഓടി സീരിയസ്ലി ദിലീപ് ഏട്ടൻ ഒരു കംബാക്ക് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്. അയ്യോ പാട്ട് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് അടിക്കുക. എന്റെ ഗുരുവായൂരപ്പ ഇനിയിപ്പോ പറഞ്ഞതൊക്കെ വീണ്ടും പറയേണ്ടി വരും. അപ്പൊ ഞങ്ങള് അയ്യോ ചെറുപ്പവരൊക്കെ നോക്കുന്നു. അപ്പൊ ഞങ്ങള് മീൻ മേടിക്കാൻ പോവാണ്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നത് പാപ്പനംകോട് ചന്തയിലാണ്. സത്യം പറഞ്ഞാൽ 11:30 ആകുമ്പോഴത്തേക്ക് ചന്ത ക്ലോസ് ചെയ്യും. അതിന് മുമ്പിട്ട് എത്തണം. ഇപ്പൊ 11:27 അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. പ്രോ ഡ്രൈവർ അമൽ നായരും ഉണ്ട്. അമൽ നായരുടെ പുതിയ വിശേഷങ്ങൾ. ഫാൻസ് അസ്വസ്ഥരാണ്. അമൽ നായറിന് കുറെ ഫാൻസ് ഉണ്ട് എന്റെ യൂട്യൂബ് ചാനലിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അതെല്ലാം പോയിട്ട് വരാം. ഞങ്ങൾ മീൻ മേടിക്കാൻ വന്നത് സ്ഥിരമായിട്ട് നമ്മുടെ പാപ്പനംകോട് മാർക്കറ്റിലാണ്. നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ചേട്ടന്മാരുടെ കയ്യിൽ നിന്നാണ്. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ വ്ലോഗിൽ ഇവരെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മീൻ നോക്കിയൊക്കെ വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പോൾ പച്ചമീനും അല്ലെങ്കിൽ മോശമായ മീനൊക്കെ കണ്ടാൽ എനിക്കറിയാം. അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഏതാണ് ലാസ്റ്റ് പറയാമേ. ഇങ്ങനെ വെച്ച കുഴപ്പമില്ല. ഇതുണ്ട് ചെറിയ ചൂരയല്ലേ? ഇതാണ് നമ്മുടെ ചന്ത. അയ്യോ വേണ്ട, ഇത് തന്നെ മതി, നമുക്കിത് മതി.
വേണ്ട അമ്മ. താങ്ക് യു. പേര് പറ. സ്വർണ്ണമ്മ. താങ്ക് യു. എന്നും കാണുവോ? അടിപൊളി. ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് അമ്മൂമ്മേനെ കാണിച്ചു. അയ്യോ, എൻ്റെ അമ്മൂമ്മ എവിടെ പോയി? അമ്മ ഇവിടുന്ന് അമ്മൂമ്മ എവിടെ? ആ എവിടെ പോയി? ഓ ശരി ശരി. പേരെന്തായിരുന്നു അമ്മൂമ്മയുടെ? ഓക്കെ. ഞാൻ കുറേ നാളായിട്ട് അമ്മൂമ്മേനെ കാണുന്ന കേട്ടോ. എൻ്റെ സുന്ദരി അമ്മൂമ്മേനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എടുത്ത് പിടിച്ചെടി. എവിടെ പോണ്? ഞാൻ എന്താ മീൻ മേടിക്കാൻ ഇറങ്ങിയതാ. പേര് പറ. ശിവാലക്ഷ്മി. സീതാലക്ഷ്മി അമ്മ. ടിവിയില് വരുമോ? സീതാലക്ഷ്മി അമ്മ വർഷങ്ങളായിട്ട് ഇവിടെ പാപ്പരംകോട് ഈ ചന്തയുടെ സൈഡിലുണ്ടാവും. 63 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കാണുന്നത് ചെറിയ ചീര ഞാൻ കാണിച്ചു തരാം. എന്താ ഇതാണ് ഇന്ന് സീതാലക്ഷ്മി അമ്മയ്ക്കുള്ളത്. ഇല്ലേ അമ്മ എന്നുള്ളത്? പിന്നെ ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇത് അല്ലെന്നുണ്ടെങ്കിൽ 2 പയറ്, കുറച്ച് പയറ്, കുറച്ച് തേങ്ങ, ഇതൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ അമ്മ ഹാപ്പിയാണ്. ഓട്ടെ കാപ്പി കുടിച്ചതല്ലേ? ഇനി നേരം കാണാം. പിന്നെ കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ വാങ്ങിച്ചിട്ട് പോകാൻ. ഞാൻ അവിടെ ചെന്നിട്ട് ബാർഗെയിനിങ് ആണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടയാണ്. സീതാലക്ഷ്മി അമ്മേനെ കുറിച്ച് ഞാൻ പറയാം. അമ്മമ്മ ആ പാപ്പനും കൂടെ ചന്തയുടെ പരിസരത്ത് ഉണ്ടാകും. വൈകുന്നേരവും രാവിലെയും രാത്രിയാണ് ഞാൻ കൂടുതൽ സമയം കാണാറുള്ളത്. ഞാൻ മീൻ മേടിക്കാൻ മിക്ക ദിവസവും രാത്രിയിലാണ് കേട്ടോ പോകുന്നത്. ആ അമ്മമ്മ ഈ പറഞ്ഞ പോലെ 1 2 തേങ്ങയോ 2 3 മുരിങ്ങയ്ക്കായോ ഇതൊക്കെ കൊണ്ടായിരിക്കും വിൽക്കാൻ വരുന്നത്. അപ്പോൾ ഞാനൊന്നും സാധനങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാറില്ല. എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും. അത് അമ്മൂമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് അമ്മൂമ്മയെ കാണുമ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം ഇത്രയും വയസ്സിൽ അമ്മൂമ്മ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അല്ലേ നോക്കാൻ. അതുകൊണ്ടായിരിക്കും ഈ ഒരു വയസ്സിൽ അമ്മൂമ്മ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. എനിക്ക് അമ്മൂമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അത് കൊടുക്കും കേട്ടോ. വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല. നമ്മള് കൊഴിയാളെ മയിലേക്ക് കേട്ടോ വാങ്ങിച്ചത്. അവളിതാ രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. വന്ന ഉടനെ ഇലയട എലിമിച്ച് ചക്ക എറിഞ്ഞോണ്ടിരിക്കുക. നമുക്കിന്ന് ചക്കയും എരിച്ച് മീൻകറി വെക്കാനുള്ള പാടിലാണ്. അമ്മ രാവിലെ മാമ്പഴ പുളിശ്ശേരി ഒക്കെ വെക്കുന്നുണ്ട്. മധുരം ഉണ്ടോ? അതുണ്ടോ? എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ തിരുമ്മിക്കോളാം. അല്ലെങ്കിൽ ഇവള് തിരുമ്മിക്കും. നല്ല മാമ്പഴ പുളിശ്ശേരി റെഡിയായിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഒരു വലിയ ഒരു ഓമയ്ക്കാണ്. എന്തോ വലിയ. ഇതൊക്കെ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറെ സാധനങ്ങളാണ്. അപ്പൊ എല്ലാം അലങ്കോലമായിട്ട് കിടക്കാണ്. ഞാൻ ഇനിയിപ്പോ കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വെല്ലിമ്മച്ചിയുടെ കസിനാണ്, റിലേറ്റീവാണ്. അപ്പം നമ്മൾ അവരുടെ ആൻറ്റിയുടെ വീട്ടിൽ നമ്മൾ കുറച്ച് ഓമയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര മധുരയില്ല. ഞങ്ങൾ ഇവിടുന്ന് മേടിക്കുന്ന ഓമയ്ക്ക ഒരു ചൊവ കാണും, മരുന്നിൻ്റെ ഒക്കെ പോലത്തെ ഒരു ചൊവ കാണും. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. നല്ല മധുരം, നല്ല മധുരം. വെല്ലിമ്മച്ചി പറ, വെല്ലിമ്മച്ചി നല്ല മധുരമില്ലേ? നീ തിന്നണ്ടേ? നീ തിന്നണ്ടേ? ആ വെക്കോ ഇടീ. അപ്പം എന്താ ഉച്ചക്കത്തേക്കുള്ള നല്ല ചക്ക വേവിച്ചതും നല്ല തേങ്ങ അരച്ച മീൻകറിയും അയലക്കറിയാണ്. മീൻ വറുത്തതും പുളിശ്ശേരി, നല്ല മാങ്ങാ പുളിശ്ശേരിയും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, എനിക്കിടെ അവിടുന്ന് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ള് സെറ്റായി. അപ്പോൾ ഉച്ച ഉറക്കം ഞങ്ങൾക്ക് മസ്റ്റാണ്, ഞങ്ങളെ കുടുംബക്കാർക്ക്. വെല്ലിമിച്ചി തോന്നുന്നത് ഇല്ല ഒന്നും കാണില്ല. വെല്ലിമിച്ചിനെ കുറച്ച് കാണും. നമുക്ക് ഉറങ്ങിയിട്ട് വൈകുന്നേരം എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. ഉറങ്ങി എഴുന്നേറ്റിട്ട് നല്ല മൂടാണെങ്കിൽ നമ്മൾ പുറത്ത് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകും. വേറെ എവിടെ ഇല്ലല്ലോ. അപ്പം നമ്മൾ ഉറങ്ങട്ടെ ഗൈസ്. ഇപ്പോഴെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകും. വേറെ എവിടെ ഇല്ലല്ലോ.
അപ്പം നമ്മൾ ഉറങ്ങട്ടെ ഗൈസ്. ഇപ്പഴ വിട്ടു. Bye guys.